കേരളത്തെ നടുക്കുന്ന വാർത്തകളുമായിട്ടാണ് നമ്മൾ ഓരോ ദിവസവും ഇപ്പോൾ ഉണരുന്നത്. ഏറ്റവും റീസെൻ്റ് ആയിട്ട് നമ്മൾ കണ്ടതാണ്, സ്വാതന്ത്ര്യം നൽകുന്നില്ല എന്ന് പറഞ്ഞ് പ്രജിൻ അച്ഛനെ വെട്ടിക്കൊലപ്പെടുത്തുകയാണ്. മരണം ഉറപ്പുവരുത്താൻ വേണ്ടി കഴുത്ത് അറക്കുകൂടി ചെയ്തു. ഇതൊരു ഒറ്റപ്പെട്ട സംഭവമല്ല. തൊട്ട് കുറച്ച് ആഴ്ചകൾക്ക് മുന്നേ താമരശ്ശേരിയിൽ അമ്മയെ എനിക്ക് ജന്മം നൽകിയതിൻ്റെ വിധി ഞാൻ നടപ്പിലാക്കിയെന്ന് പറഞ്ഞുകൊണ്ട് വെട്ടിക്കൊന്ന മകനെ കണ്ട കേരളം. അതുപോലെ തന്നെ മാതാപിതാക്കളെ കൊല്ലാൻ വേണ്ടി 5 മാസം മുന്നേ തന്നെ കത്തി ഏർപ്പാടാക്കി കാത്തിരുന്ന് മാതാപിതാക്കളെ വെട്ടിക്കൊന്ന മക്കളുടെ കഥ. കണ്ണൂരിൽ 65-കാരിയെ മകൻ കൊന്ന്, മദ്യലഹരിയിൽ കൊന്ന് മകനും സ്വയം ജീവനൊടുക്കി. അപ്പൊ എന്തുകൊണ്ട് ഇത്തരത്തിലുള്ള തെറ്റുകൾ പെരുകുന്നു? ആരുടെ ഭാഗത്താണ് ഇതിന്? ആരാണ് യഥാർത്ഥ കാരണക്കാർ? ഈ മക്കൾ മാത്രമാണോ? രക്ഷിതാക്കൾ അതിലെ പങ്കെന്താണ്? സമൂഹത്തിന്റെ പങ്കെന്താണ്? നിയമവ്യവസ്ഥ, ഗവൺമെന്റിന്റെ പങ്കെന്താണ്? തുടങ്ങിയ കാര്യങ്ങൾ നമുക്കൊന്ന് ചർച്ച ചെയ്യാം. കാരണം ചർച്ച ചെയ്യേണ്ടത് അനിവാര്യമാണ്. കാരണം നിങ്ങളുടെ ഓരോ ഇടപെടലും, നിങ്ങളുടെ മക്കളോടുള്ള പെരുമാറ്റവും രീതികളും കൊണ്ട് നിങ്ങളുടെ വീട്ടിലും ഒരു കുറ്റവാളി, ഒരു കൊലപാതകി ഉയർന്നു വരുന്നുണ്ടോ, അല്ലെങ്കിൽ നിങ്ങൾ വളർത്തിക്കൊണ്ടുവരുന്നുണ്ടോ എന്ന് നിങ്ങൾ ചിന്തിക്കേണ്ട സമയം അതിക്രമിച്ചിട്ടുണ്ട്. എന്തുകൊണ്ട് മക്കൾ ഇത്തരത്തിലാകുന്നു എന്ന് നമുക്ക് ചർച്ച ചെയ്ത് നോക്കാം. അതിന്റെ പരിഹാരവും നമുക്ക് എന്ത് ചെയ്യാം, അതിന് ശേഷം നോക്കണം. കാരണം ഒരു പരിഹാരം കാണണമെങ്കിൽ കാരണം നമ്മൾ കണ്ടെത്തണമല്ലോ. അപ്പോൾ നമുക്ക് ഒരുപാട് കാരണങ്ങളുണ്ട്. കാരണങ്ങൾ നമുക്ക് പ്രധാനമായിട്ടും 5 ആയിട്ട് നമുക്ക് ഡിവൈഡ് ചെയ്യാം. ഒന്ന്, ഈ കുട്ടിയുമായി ബന്ധപ്പെട്ട എന്തൊക്കെ കാരണങ്ങളാണ്. 2, രക്ഷിതാക്കളുമായി അല്ലെങ്കിൽ ഫാമിലിയുമായി ബന്ധപ്പെട്ട് എങ്ങനെയാണ് കുട്ടികൾ കുറ്റവാളികളായിട്ട് മാറുന്നത്. 3, സമൂഹം കുട്ടികളെ കുറ്റവാളിയാക്കുന്നതിൽ അവരുടെ പങ്കെന്നാണ്. 4, ഗവൺമെന്റ് നിയമവ്യവസ്ഥയുടെ പങ്കെന്നാണ്. 5, പുതിയ കാലഘട്ടത്തിന്റെ മാറ്റങ്ങൾ, ടെക്നോളജി, AI തുടങ്ങിയ കാര്യങ്ങൾ എത്രത്തോളം ഇതിൽ എന്ത് ചെയ്യുന്നുണ്ട്, പങ്കുവഹിക്കുന്നുണ്ട്. നമുക്ക് ഓരോന്നായിട്ടും ചുരുങ്ങിയ സമയത്ത് ഒന്ന് ചർച്ച ചെയ്യാം. നിങ്ങളുടെ വീട്ടിലും ഇത്തരത്തിലുള്ള കാര്യങ്ങൾ സംഭവിക്കുന്നുണ്ടോ? ഉണ്ടെങ്കിൽ അതിനുള്ള പരിഹാരം കണ്ടെത്തി നമ്മൾ തന്നെ സ്വയം മാറേണ്ടി വരും ചിലപ്പോൾ. ഒന്നാമതായിട്ട് കുട്ടികളുമായി ബന്ധപ്പെട്ട വിഷയം തന്നെയാണ്. നമുക്കൊരിക്കലും മാതാപിതാ, ഗുരു, ദൈവം എന്ന് പറയുന്ന ദൈവത്തിന്റെ സ്ഥാനത്ത് ഇരുത്തേണ്ട രക്ഷിതാക്കളെക്കെതിരെ എങ്ങനെ വിരൽ ചൂണ്ടാൻ പോലും നമ്മൾ പേടിച്ചിരുന്ന കുട്ടികൾ കത്തി ചൂണ്ടിക്കൊണ്ടെങ്കിൽ കത്തി കൊണ്ട്, കടാര കൊണ്ട് വെട്ടിക്കൊല്ലുന്നു. മരണം ഉറപ്പുവരുത്താൻ വേണ്ടി തല അറുത്തിടുന്നു. എങ്ങനെ ഇതുകൊണ്ട് സംഭവിക്കുന്നു? എങ്ങനെ ഈ മൂല്യച്യുതി സംഭവിച്ചു എന്നുള്ളത് കുട്ടികളിൽ ഒന്ന് സൈക്കോളജിക്കലായിട്ടുള്ള കാര്യങ്ങൾ ഉണ്ടാവാം. അവർ മാനസികമായിട്ട് രോഗം എന്നുള്ള രീതിയിൽ അത് നമ്മൾ അങ്ങനെ ഒരു രോഗം കുട്ടികൾ പ്രകടിപ്പിക്കുന്നുണ്ടെങ്കിൽ സ്വാഭാവികമായിട്ട് അതിനെ നിങ്ങൾ ചികിത്സ കണ്ടെത്തി അതിന് മാറ്റം വരുത്തേണ്ടതുണ്ട്. ഒന്ന് അത് തന്നെയാണ്, സൈക്കോളജിക്കലി അവർ നേരിടുന്ന മാനസികമായിട്ടുള്ള രോഗമായിട്ട് മാറുന്നത്. രണ്ടാമത് പറയുന്നത് ഇപ്പം പുതിയ ഏറ്റവും കാരണമായിട്ട് പറയാൻ പറ്റുന്നത് മയക്കുമരുന്ന്, മദ്യത്തിന്റെ ഒക്കെ അമിതമായിട്ടുള്ള കുട്ടികളിൽ വരുന്ന സ്വാധീനം. അപ്പൊ അതിൽ രക്ഷിതാക്കൾക്ക് പങ്കുണ്ട്. ഞാൻ പറയുന്നുണ്ട് കുട്ടികൾ എങ്ങനെ ഇതിലേക്ക് എത്തി. അപ്പൊ മയക്കുമരുന്നിന്റെ ഒക്കെ വലകൾ നമ്മളെ കുട്ടികളെ ഓരോ ഭാഗത്തുനിന്നും, സ്കൂളിലായാലും പുറത്ത് കളിക്കുന്നിടത്തായാലും വേറെ എന്ത് കോച്ചിങ്ങിന് പോകുന്ന സ്ഥലങ്ങളായാലും ട്യൂഷന് പോകുന്ന സ്ഥലങ്ങളായാലും എല്ലായിടത്തും ഇപ്പൊ പതുങ്ങിയിരിക്കുന്നത്, ഫാമിലിയിലായാലും പതുങ്ങിയിരിക്കുന്ന ഇത്തരത്തിലുള്ള മയക്കുമരുന്നാണ്. രക്ഷിതാക്കൾ കണ്ടെത്താൻ പറ്റുന്നില്ല എന്നുള്ളതാണ്. വർഷങ്ങളോളം ഇപ്പൊ നമ്മൾ താമരശ്ശേരിയിൽ ഉമ്മയെ കൊന്ന് എന്നെ ജനിപ്പിച്ചുള്ള ശിക്ഷ ഞാൻ നടപ്പിലാക്കി എന്ന് പറഞ്ഞ കുട്ടി മയക്കുമരുന്നിന് അടിമയായിരുന്നു. അപ്പൊ മയക്കുമരുന്നിലേക്ക് കുട്ടികൾ പോകുന്നത്, മദ്യത്തിലേക്ക് പോകുന്നത്, അതുപോലെ തന്നെ കുട്ടികളുടെ കൂട്ടുകെട്ട്, പലപ്പോഴും ഇത്തരത്തിലുള്ള കൂട്ടുകെട്ടിൽ നിന്നാണ് നമ്മൾ ഇത് അധികവും കുട്ടികൾ ഉണ്ടാവുന്നത്. അതുപോലെ ഇതൊക്കെ കുട്ടികളുമായി ബന്ധപ്പെട്ട് നമുക്ക് ഉണ്ടാവുന്ന കാര്യങ്ങളായിട്ട് പറയാൻ പറ്റുന്നതാണ്. അതിൽ രക്ഷിതാക്കളുടെ പങ്കും ചെറുതല്ല എന്നുള്ളത് മനസ്സിലാക്കേണ്ടതുണ്ട്. രണ്ടാമതായിട്ട് രക്ഷിതാക്കളുമായിട്ട് അല്ലെങ്കിൽ ഫാമിലിയുമായി ബന്ധപ്പെട്ടുള്ള കാരണങ്ങളാണ്. ഒന്നാമതെന്ന് പറയുന്നത് പാരന്റിങ്ങിലുള്ള പ്രശ്നങ്ങൾ തന്നെയാണ്. ഇപ്പൊ വളർത്തു ഗുണം എന്നുള്ളതാണല്ലോ, വിത്ത് ഗുണം, വളർത്തു ഗുണം കുട്ടികൾ കാണിക്കും നമ്മൾ പറയാറുണ്ടല്ലോ. ഈ വളർത്തു ഗുണം നമ്മൾ കൊടുക്കുന്ന ഗുണമല്ലേ, ദോഷമാണോ എന്ന് ചിന്തിക്കേണ്ടതുണ്ട്. കാരണം നമ്മൾ കൊടുക്കുന്ന രീതി ചിലപ്പോൾ ശരിയാവണം എന്നില്ല. നിങ്ങൾ നല്ല ഉദ്ദേശത്തിൽ കൊടുക്കുന്നത് തന്നെ ആയിരിക്കും എല്ലാം. പക്ഷേ മുമ്പൊരു ന്യൂസ് ഉണ്ടായിരുന്നു, കുറച്ച് മുന്നേ, വീട്ടിൽ പട്ടാള ഭരണമായിരുന്നു അച്ഛൻ നടത്തിയിരുന്നത്. ആ അച്ഛനെ മകൻ ഒരു ജോലി ഇട്ടതിന് ശേഷം അച്ഛനെ കൊന്ന് 3 കഷ്ണാക്കി 3 ജില്ലയിൽ കൊണ്ടുപോയിട്ട്. അപ്പൊ നമ്മൾ അടക്കി ഭരിക്കുക എന്നുള്ളതല്ല ഇപ്പോഴത്തെ കുട്ടികളുടെ അടുത്ത്. നമുക്ക് ഒരിക്കലും അങ്ങനെ ഒരു സമീപനം ഒരിക്കലും എടുക്കാൻ പറ്റാത്ത അവസ്ഥയാണ് ഇപ്പൊ പാരന്റിങ്ങിൽ വരുന്ന പ്രശ്നങ്ങൾ. അപ്പൊ നമ്മൾ അതിനെക്കുറിച്ച് പഠിക്കേണ്ടതുണ്ട്. ഞാനതിന് ശേഷം വരുന്ന വീഡിയോയിൽ വിശദമായിട്ട് അത് പറയുന്നുണ്ട്. എങ്ങനെയാണ് കുട്ടികളുടെ ഈ ഒരു ഇത്തരത്തിലുള്ള കുറ്റം ചെയ്യാനുള്ള ഈ ഒരു വാസന കുട്ടികളിൽ എങ്ങനെ ഇല്ലാതാക്കാം, കുറ്റകൃത്യം ചെയ്യാനുള്ള ആ ടെൻഡൻസി ഒക്കെ ഒഴിവാക്കാൻ നമുക്ക് വിശ്വസിക്കാം. അതിൽ രക്ഷിതാക്കളുടെ പങ്ക്, രക്ഷിതാക്കൾ എങ്ങനെയാണ് പാരന്റിങ്ങിൽ അത് ശ്രദ്ധിക്കേണ്ടത് നമുക്ക് എന്ത് ചെയ്യാം, വിശദമായിട്ട് ചർച്ച ചെയ്യാം. അതുപോലെ തന്നെ പാരന്റിങ്ങുമായി ബന്ധപ്പെട്ട് മറ്റൊന്ന് പറയാൻ പറ്റുന്നതാണ് വീട്ടിലെ അടിച്ചമർത്തൽ. കുട്ടികളെ പരസ്പരം, ഇവനൊരു വ്യക്തിയാണ്, ഇവർക്ക് ബുദ്ധിയും വിവേകം വന്നു കഴിഞ്ഞാൽ കുട്ടി ഒരു വ്യക്തിത്വം അവനക്ക് ഉണ്ട് എന്ന് മനസ്സിലാക്കാത്ത രക്ഷിതാക്കളാണ്. അവൻ്റെ അഭിപ്രായത്തിന് സ്വാതന്ത്ര്യമില്ല, അവൻ്റെ ആഗ്രഹങ്ങളും എല്ലാം അടിച്ചമർത്തി നമ്മുടെ ആഗ്രഹത്തിന് കുട്ടികളെ വളർത്തുന്ന അവസ്ഥ ഉണ്ടാവരുത്.
ഞാൻ എനിക്ക് എന്നെ ആഗ്രഹം നേടാൻ പറ്റില്ല, എന്നെ കുട്ടിയെ ഞാൻ എൻ്റെ ആഗ്രഹം അവനെ കൊണ്ട് നേടിപ്പിക്കും എന്നുള്ള രീതിയിലേക്ക് ചിന്തിക്കുന്ന രക്ഷിതാക്കളുണ്ട്. അപ്പൊ അവന്റെ അതേസമയത്ത് പൂർണ്ണമായിട്ട് സ്വതന്ത്രമായിട്ട് വിടണം എന്നല്ല പറഞ്ഞത്. നമ്മളൊരു പട്ടത്തെ പറത്തി വിടുന്നത് പോലെ പട്ടം ഏറ്റവും കൂടുതൽ ഉയരത്തിലേക്ക് പോകുന്ന കുട്ടികൾ കൂടി മനസ്സിലാക്കേണ്ടതാണ്. ഈ അടിയിൽ ഒരാൾ പിടിക്കുന്നതുകൊണ്ടാണ്. ഈ പിടുത്തം വിട്ട് കഴിഞ്ഞാൽ പട്ടം എവിടെ അറ്റമില്ലാതെ പോയി വീഴുക ചെയ്യുക. അതേ സമയത്ത് പട്ടം ഏതെങ്കിലും ഉള്ളിലേക്ക് പോകുന്ന സമയത്ത് അവൻ കൺട്രോൾ ചെയ്യാൻ നമ്മുടെ കയ്യിൽ ഒരു ചരടുണ്ടാവണം. അതാണ് ആ രീതിയിലാണ്, ലിമിറ്റഡ് ആയിട്ടാണ് നമ്മൾ എന്ത് ചെയ്യുന്നുണ്ട്, ഫ്രീഡം കൊടുക്കേണ്ടത്. കൺട്രോൾഡ് ആയിട്ടാണ് ഫ്രീഡം കൊടുക്കേണ്ടത്. ഫ്രീഡം കൊടുക്കാതിരുന്നാലും പ്രശ്നമാണ്, ഫുൾ ഫ്രീഡം കൊടുത്താലും പ്രശ്നങ്ങൾ മനസ്സിലാക്കണം. രണ്ടിൻ്റെയും എക്സ്ട്രീം എപ്പോഴും പ്രശ്നം തന്നെയാണ്. അപ്പം വീട്ടിൽ വരുന്ന അടിച്ചമർത്തൽ, ഫാമിലി ഇഷ്യൂസ്, കുട്ടികൾ വീട്ടിൽ നിന്നാണ് സ്നേഹം എന്താണ്, കരുണ എന്താണ്, അനുകമ്പ എന്താണ്, ബഹുമാനം എന്താണെന്നൊക്കെ കുട്ടികൾ പഠിക്കേണ്ടത് വീട്ടിൽ നിന്നാണ്. ഇത് വീട്ടിൽ നിന്ന് കിട്ടുന്നില്ല. കാരണം ഭാര്യ ഭർത്താക്കന്മാർ അടിപിടിയാണ് എപ്പോഴും അവർ കാണുന്നത്. ഭർത്താവ് ചെയ്യുന്നത് ഭാര്യയ്ക്ക് പറ്റുന്നില്ല, ഭാര്യ ചെയ്യുന്നത് ഭർത്താവിന് പറ്റുന്നില്ല. അത് അച്ഛനും അമ്മയും അങ്ങോട്ടും കൊണ്ട് പരസ്പരം ഒരിക്കലും വെക്കുന്നില്ല. കുട്ടികൾ കണ്ട് പഠിക്കുന്നതാണ്. അമ്മ എന്ത് ചെയ്ത് കഴിഞ്ഞാൽ അച്ഛൻ അടിക്കുന്നത്, അച്ഛൻ ചെയ്ത് കഴിഞ്ഞാൽ അമ്മ അതിന് പ്രതികാരം ചെയ്യുന്നത്. അപ്പൊ ഇതാണ് കുട്ടികൾ പഠിക്കുന്നത്. ഇതാണ് എനിക്ക് എന്തെങ്കിലും പ്രശ്നം ഉണ്ടായി കഴിഞ്ഞാൽ അത് ആരാണെങ്കിലും ഞാൻ അടിച്ചാണ് തീർക്കേണ്ടത്, കൊന്നാണ് തീർക്കേണ്ടത്. കുട്ടികൾ പഠനം കിട്ടുന്നത്, ആദ്യത്തെ പഠനം കിട്ടുന്നത് പലപ്പോഴും വീട്ടിൽ നിന്നാണ്. മദ്യത്തിന് അടിമയാവുന്നത് അച്ഛൻ. അതുപോലെ തന്നെ വീട്ടിൽ വരുന്ന റിലേഷൻഷിപ്പിൽ അവർ വരുന്ന അറ്റാച്ച്മെന്റ് അവർ തമ്മിൽ കുറവ്. അതുപോലെ തന്നെ ഭാര്യ ഭർത്താക്കന്മാരുടെ ഇഷ്യൂസ്, താരതമ്യപ്പെടുത്തൽ. മക്കളെ എപ്പോഴും ഏതെങ്കിലും ജീവിതത്തിലോ ഉയർന്ന രീതിയിൽ വിജയിച്ച ഒരു കുട്ടിയുമായിട്ടോ കുടുംബത്തിലുള്ള അല്ലെങ്കിൽ പുറത്തുള്ള കുട്ടികളുമായിട്ട് താരതമ്യപ്പെടുത്തി അവനെ പോലെ നീ ആവുക അല്ലെങ്കിൽ അവളെ പോലെ ആവുക, അതാണ് ഏറ്റവും ബെസ്റ്റ്. നീ ഓക്കെ അല്ല, ഈസ് ഓക്കെ, യു ആർ നോട്ട് ഓക്കെ എന്നുള്ളൊരു ചിന്താഗതി പലപ്പോഴും കുട്ടികൾക്ക് കൊടുക്കുന്നത്. അത് കുട്ടികളെ ഭയങ്കര കുറ്റവാളിയാക്കിയിട്ട് എന്ത് ചെയ്യും, മാനസികമായിട്ട് അവരെന്ത് ചെയ്യാണ്, ഞാൻ ഓക്കെ അല്ല എന്നുള്ള രീതിയിലേക്ക് വരാൻ പോവാണ്. അപ്പൊ അതൊക്കെ എന്ത് ചെയ്യാണ്. പിന്നെ സ്വത്ത് തർക്കം ബന്ധപ്പെട്ട കാര്യങ്ങളുണ്ട്. സമ്പത്ത് മാത്രല്ല ജീവിതം, മൂല്യത്തിന് വില കൽപ്പിക്കണം എന്നുള്ള പാഠം പലപ്പോഴും കൊടുക്കാൻ വീട്ടിൽ നിന്നും സമൂഹത്തിനും പറ്റുന്നില്ല എന്നുള്ളതാണ്. സമ്പത്തിനു വേണ്ടി സ്വന്തം എന്നെ ജീവിച്ച് വലുതാക്കിയ അച്ഛനെ അമ്മനെ വരെ കൊല്ലുന്ന മക്കളാണ്. അപ്പൊ അതൊക്കെ ഫാമിലിയുമായി ബന്ധപ്പെട്ട് അല്ലെങ്കിൽ രക്ഷിതാക്കളുമായി ബന്ധപ്പെട്ടുണ്ടാവുന്ന ഇഷ്യൂസ് ആയിട്ട് നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, വിലയിരുത്താൻ പറ്റും എന്നുള്ളതാണ്. പിന്നെ സാമൂഹികമായിട്ട് ഇവ പറഞ്ഞ കാര്യങ്ങളൊക്കെ തന്നെയാണ്. നമ്മുടെ മയക്കുമരുന്ന്, മറ്റേ മദ്യത്തിൻ്റെ ഒക്കെ വല എല്ലായിടത്തും നിറഞ്ഞു നിൽക്കുകയാണ്. ഓക്കെ, അതിന്ന് കുട്ടികൾ പെട്ടുപോകുന്നു. അത് സ്ത്രീ പുരുഷ വ്യത്യാസമില്ല, എല്ലാവരും ഇതിൽ പെട്ടുപോവാണ്. അതുപോലെ തന്നെ കൂട്ടുകെട്ട്, തെറ്റായ കൂട്ടുകളിലേക്ക് പലപ്പോഴും കുട്ടികൾ പോകുന്നത്. പിന്നെ വിദ്യാഭ്യാസത്തിലെ പോരായ്മ. വിദ്യാഭ്യാസം PG ഡിഗ്രിയും PhD കുട്ടികൾ നേടുന്നുണ്ട്, പക്ഷെ മൂല്യം കിട്ടുന്നില്ല. എന്താണ് ബഹുമാനം? ഏറ്റവും ഉദാഹരണം പറയാൻ പറ്റും. ഇപ്പം പുതിയ പഠനം കാണിക്കുന്നത് ഏറ്റവും ബഹുമാനം കുറഞ്ഞ കുട്ടികളുള്ള കാലഘട്ടമാണ്. രക്ഷിതാക്കളെ അതുപോലെ തന്നെ ടീച്ചേഴ്സിന് ഒട്ടും വില കൽപ്പിക്കുന്നില്ല. അവർ പറയുന്ന കാര്യങ്ങൾ അവർ മൈൻഡ് ചെയ്യുന്നില്ല. അത്ര മതി, ഞാൻ എന്നെ പോലെ അതേ സ്ഥാനം നിങ്ങൾക്ക് ഉള്ളൂ എന്നുള്ള രീതിയിലുള്ള ചിന്താഗതി വരുന്ന കുട്ടികളാണ്. അതിന് രക്ഷിതാക്കൾ മുഖ്യ പങ്ക് കാരണക്കാരുണ്ട് കേട്ടോ. കാരണം പലപ്പോഴും രക്ഷിതാക്കൾ കുട്ടികളെ നമ്മളൊന്ന് ടീച്ചേഴ്സ് ചീത്ത അറിയുമ്പോൾ, അല്ലെങ്കിൽ നീ അത് മുടി വെട്ടി വരണം, അല്ലെങ്കിൽ ഒരു എക്സാമ്പിൾ പറയണം, അല്ലെങ്കിൽ ഫോൺ എന്തുകൊണ്ട് ഉപയോഗിച്ചു, എന്തിന് എങ്ങോട്ട് പോയി, നേരം വൈകി എന്നൊക്കെ ചോദ്യം ചെയ്യുമ്പോൾ ചിലപ്പോൾ രക്ഷിതാക്കളോട് പറയുമ്പോൾ രക്ഷിതാക്കൾ പറയുന്ന മറുപടി, അവനവൻ്റെ ഫ്രീഡത്തിന് വിട്ട് ടീച്ചറെ, നിങ്ങൾ എന്തിനാ അത് നോക്കുന്നത്, പഠിപ്പിക്കുന്ന കാര്യം മാത്രം ചെയ്താൽ പോരെ. അങ്ങനെ പഠിപ്പിക്കൽ മാത്രമായിട്ട് ടീച്ചേഴ്സ് ചുരുങ്ങുമ്പം മൂല്യങ്ങൾ പലപ്പോഴും കുട്ടികൾ നഷ്ടപ്പെട്ടു പോവാണ്. അതിന് ഈ സപ്പോർട്ട് ചെയ്യുന്ന രക്ഷിതാവിനെ തന്നെ പിന്നീട് പോയി കൊല്ലുകയും അതുപോലെ ആക്രമിക്കുകയും ചെയ്യുന്ന കുട്ടികളാണ് കാണുന്നത്. അപ്പം വിദ്യാഭ്യാസത്തിൽ വരുന്ന പോരായ്മ, മൂല്യങ്ങൾ പലപ്പോഴും കുട്ടികളിൽ നിന്ന് വിട്ടുപോകുന്നു. പിന്നെ സിനിമയുടെ സ്വാധീനം നമുക്ക് ഒരിക്കലും മാറ്റി നിർത്തപ്പെടാൻ പറ്റാത്തതാണ്. കാരണം പലപ്പോഴും പലരും പറയുന്നത് അത് സിനിമ ആയിട്ട് കാണും. കുട്ടികളൊരിക്കലോ അല്ലെങ്കിൽ ആരും അങ്ങനെ കാണൂല എന്നുള്ളതാണ്. സിനിമയിൽ നിന്ന് ഒരുപാട് മൂല്യങ്ങൾ, നല്ലതും ചീത്തതുമായിട്ടുള്ള അവർ പല ആളുകളെ റോൾ മോഡൽ ആക്കുന്ന പോലെ തന്നെ അവരുടെ ജീവിതവും സിനിമയിൽ കാണുന്ന ജീവിതം എന്ത് ചെയ്യുന്നുണ്ട്, അവർ റോൾ മോഡൽ ആക്കുകയാണ് ചെയ്യുന്നത്. ഇപ്പം ദൃശ്യം സിനിമയ്ക്ക് ഇറങ്ങിയതിന് ശേഷം നമ്മൾ കണ്ടതാണ് ഒരുപാട് ആ മോഡൽ നടന്ന കൊലപാതകങ്ങൾ. അപ്പം സിനിമ മറ്റുള്ള മീഡിയയിൽ ദിവനം പ്രതി വരുന്ന ഇത്തരത്തിലുള്ള ന്യൂസുകൾ ജനറലൈസ് ചെയ്ത് കഴിഞ്ഞു. അത് പ്രശ്നമില്ലാത്തൊരു സംഗതിയാണ്, ഇതൊരു സിമ്പിൾ എന്നുള്ള രീതിയിലേക്ക് മെൻറ്റാലിറ്റിയിലേക്ക് ആളുകൾ എത്തുകയാണ്. അപ്പൊ സിനിമയുടെയും മീഡിയയുടെയും ഒക്കെ സ്വാധീനം വളരെ വലുതായിട്ട് എന്ത് ചെയ്യുന്നതിന് കുട്ടികൾ ചൊലുത്തുന്നുണ്ട്. നാലാമത്തെ ഒരു പ്രധാനപ്പെട്ട കാരണം എന്ന് പറഞ്ഞാൽ ഗവൺമെന്റ് നിയമവ്യവസ്ഥയുടെ ഒരു പോരായ്മ തന്നെയാണ് നമുക്ക് വിലയിരുത്താൻ പറ്റും. കാരണം തെറ്റ് ചെയ്ത് കഴിഞ്ഞാൽ, ഒരു കൊലപാതകം ചെയ്ത് കഴിഞ്ഞാൽ 5 കൊല്ലം, അല്ലെങ്കിൽ എനിക്ക് ഇളവ് കിട്ടി എനിക്ക് 2 കൊല്ലം കഴിഞ്ഞ് ഇറങ്ങി വരാം എന്നുള്ള തോന്നൽ ഇപ്പം എത്തിക്കഴിഞ്ഞു എന്നുള്ളതാണ്. അതുപോലെ തന്നെ പല ആളുകളും ജയിലിലേക്ക് ഏറ്റവും മെലിഞ്ഞ അവസ്ഥ കൊലപാതകം ചെയ്ത് പോകുന്ന ആള് 2 കൊല്ലം 3 കൊല്ലം 5 കൊല്ലം കഴിഞ്ഞ് വരുമ്പോൾ തടിച്ചു കൊഴുത്ത് തിരിച്ചു വരുന്ന കൂളായിട്ട് ഇറങ്ങി വരുന്നു. അത് ഇറക്കി കൊണ്ടുവരാനുള്ള പല വക്കീലുമാരും, ഇപ്പോൾ കുറ്റവാളികൾക്ക് മാത്രം കൂടെ നിൽക്കുന്ന വക്കീലുമാരുള്ള കാലഘട്ടമാണ്. അപ്പം നിയമവ്യവസ്ഥ സ്ട്രോങ് ആവുന്നില്ല. പല രാജ്യങ്ങളുള്ളതുപോലെ നമ്മൾ തെറ്റ് ചെയ്ത് കഴിഞ്ഞാൽ അതിന് കടുത്ത ശിക്ഷ കിട്ടിക്കഴിഞ്ഞാൽ ഒരു പേടി ജനങ്ങളുടെ ഉണ്ടാവും. ആ പേടി നഷ്ടപ്പെട്ടു പോയി എന്നുള്ളതാണ്. അതുപോലെ തന്നെ അതിൽ വരുന്ന ഡിലേ, ജഡ്ജ്മെന്റ് നടക്കണമെങ്കിൽ ഒരു 5 കൊല്ലം അല്ലെങ്കിൽ 50, 30, 40 കൊല്ലം കഴിയും. ഇപ്പം ഗ്രീഷ്മ ഉണ്ടായ സമയത്ത് ഗ്രീഷ്മൊക്കെ പറഞ്ഞിരുന്നല്ലോ, അത് 38-ാം വയസ്സിൽ ഞാൻ ഇറങ്ങിപ്പോരും.
ആ ചിന്തയിലേക്ക് മനുഷ്യന്മാരെത്തി. അത് നമ്മുടെ നിയമവ്യവസ്ഥയുള്ള പുച്ഛമാണ് ആ വാക്കിലൂടെ കണ്ടതെന്നുള്ളതാണ്. അപ്പോൾ സ്ട്രോങ് ആയിട്ടുള്ള നിയമം നമുക്ക് വരേണ്ടതുണ്ട്, അതിനുവേണ്ടി നമ്മളും പ്രവർത്തിക്കേണ്ടതുണ്ട് എന്നുള്ളതാണ്. അഞ്ചാമത്തെ അവസാനത്തെ കാര്യം എന്ന് പറയുന്നത് പുതിയ കാലഘട്ടത്തിൻ്റെതായ ടെക്നോളജിയിലും ഒക്കെ വന്ന മാറ്റങ്ങൾ കുട്ടികളെ സ്വാധീനിക്കുന്നുണ്ട്. ഫോർ എക്സാമ്പിൾ ഇപ്പോൾ ഗെയിമിംഗ് ഒക്കെ ഭയങ്കര വയലൻ്റ് ആയിട്ടുള്ള ഗെയിമുകളൊക്കെ കുട്ടികൾ കാണുന്നത്. വയലന്റ് സിനിമ ഓൾറെഡി ഉണ്ട് കേട്ടോ. വയലൻസ് ആണ് സിനിമയിൽ കാണാനേ ആളുകളുള്ളൂ. ഈ വയലൻസ് ആണ് ജനങ്ങൾ പുറത്ത് നടപ്പാക്കുകയും ചെയ്യാണ്. അതുപോലെ തന്നെ വയലന്റ് ആയിട്ടുള്ള ഒരുപാട് ഗെയിമുകളും കാര്യങ്ങളും കുട്ടികൾ ആ മായാ ലോകത്ത് അവർ ജീവിക്കുകയാണ്. ഗെയിമിൻ്റെയും മറ്റുള്ള ഫോണിൻ്റെയും ലാപ്ടോപ്പിൻ്റെയും ഒക്കെ മായാ ലോകങ്ങളിൽ ജീവിച്ച് അതിവിടെ ഫ്രീ ഫയർ പോലത്തെ കാര്യങ്ങളൊക്കെ അറിയാലോ, അതിവിടെ ജീവിതത്തിൽ നടപ്പിലാക്കാൻ വേണ്ടി ശ്രമിക്കുകയാണ് അറിയാതെ. അപ്പം അത്തരത്തിലുള്ള സ്വാധീനം, ഫോണിൻ്റെ ഉപയോഗം, അതിന് അഡിക്റ്റ് ആയിട്ട് മാറുന്നത്, ടെക്നോളജിയുടെ ഉപയോഗം, കൂട്ടുകെട്ടിലൊക്കെ ഇഷ്ടം ആർക്കും താല്പര്യമില്ല, സോഷ്യൽ മീഡിയയിൽ മാത്രം ഒതുങ്ങി നിൽക്കുന്ന ഒരവസ്ഥ, പുറത്തുള്ള ചുറ്റുപാടിലേക്ക് ഇറങ്ങാനോ നല്ല സൗഹൃദങ്ങൾ വളർത്താനോ അതിന് കിട്ടുന്ന മൂല്യങ്ങൾ കണ്ടെത്താനോ കുട്ടികൾ ആർക്കും സമയമില്ല, ആരും ശ്രമിക്കുന്നില്ല. അത് ചെറുപ്പം മുതൽ തന്നെ രക്ഷിതാക്കളാണ് വീട്ടിൽ നിന്ന് ഫോൺ കൂടുതൽ ഉപയോഗിച്ച് കാണിച്ചു കൊടുക്കുന്നത് എന്നുള്ളതാണ്. ഫോണിന് അഡിക്റ്റ് ആയിട്ട് അത് തരാത്ത രക്ഷിതാക്കളെ ആക്രമിച്ച കൈത്തറുത്ത 9ാം ക്ലാസ്സിലെ കുട്ടി വരെയുള്ള കാലഘട്ടമാണ് ഇപ്പം. അപ്പം ഇത്തരത്തിലുള്ള ടെക്നോളജിയുടെ അവരുടെ സ്വാധീനം നെഗറ്റീവായിട്ട് അവരെ സ്വാധീനിക്കുന്നത് വളരെ കൂടിയിട്ടുണ്ടെന്നുള്ളത് നമുക്ക് എന്ത് ചെയ്യേണ്ടതുണ്ട്, വിലയിരുത്തേണ്ടതുണ്ട്. ഇത്തരത്തിൽ കുട്ടികളുമായി ബന്ധപ്പെട്ടും രക്ഷിതാക്കൾ ഫാമിലിയുമായി ബന്ധപ്പെട്ടും സാമൂഹികമായിട്ടുള്ളതും ഗവൺമെൻറ്റുമായി ബന്ധപ്പെട്ടും ടെക്നോളജിയുമായി ബന്ധപ്പെട്ടൊക്കെ കാരണങ്ങൾ കൂടുമ്പോഴാണ് സമൂഹത്തിൽ ഇത്തരത്തിൽ ദിനം പ്രതേനെ നമുക്ക് എന്ത് ചെയ്യുന്നത്, ഒരു മടിയില്ലാതെ കുട്ടികൾക്ക് പേടിയില്ലാതെ ഇത്രയും കുറ്റകൃത്യങ്ങൾ കൂടുന്നത്, സ്വയം രക്ഷിതാക്കളെ കൊല്ലുന്നത് തന്നെ ഒരുപാട് കൂടുന്നത്. ഇതിനൊരു മാറ്റം വരേണ്ടതുണ്ട്. എങ്ങനെ നമുക്ക് ചിന്തിക്കാം. ഇപ്പം എല്ലാവരും കാര്യം കൂടി നമുക്ക് മാറ്റാൻ പറ്റില്ല. നമുക്ക് ആസ് എ രക്ഷിതാവ് എന്നുള്ള രീതിയിൽ നിങ്ങൾക്ക് ഇതിൽ എന്ത് ചെയ്യാൻ പറ്റും, പാരൻറ്റിങ്ങിൽ എന്ത് ചെയ്യാൻ പറ്റും എന്നുള്ളത് നമുക്ക് വിശദമായിട്ട് എന്ത് ചെയ്യണം, അടുത്ത വീഡിയോയിൽ ഡിസ്കസ് ചെയ്യണം. അപ്പോൾ ഇത് കൂടാതുള്ള കാരണങ്ങൾ, നിങ്ങൾക്ക് അറിയുന്ന കാരണങ്ങൾ നിങ്ങൾ എന്ത് ചെയ്യുക, ഒന്ന് കമൻറ്റ് ചെയ്ത് കൊടുക്കുക. കാരണം അറിഞ്ഞാൽ അതിന് പരിഹാരം കണ്ടെത്താൻ പറ്റും എന്നുള്ളതാണ്. അപ്പം നമ്മുടെ കുട്ടികളും നല്ല കുട്ടികളായിട്ട് മാറട്ടെ, അതിനുവേണ്ടി നിങ്ങളും പ്രയത്നിക്കണം, പ്രത്യേകം ശ്രദ്ധിക്കണം. നമുക്ക് എന്ത് ചെയ്യാം, അടുത്ത വീഡിയോയിൽ നിങ്ങൾ ചെയ്യേണ്ട കാര്യങ്ങൾ എന്തൊക്കെയാണെന്നുള്ളത് നിങ്ങൾക്ക് അങ്ങനെ ആഗ്രഹിക്കുന്നുണ്ടെങ്കിൽ ഒന്ന് അറിയിക്കാനും മറക്കരുത്. അത് വേണമെന്നുള്ള ഒരു പ്രത്യേകിച്ചായിട്ട് കമൻറ്റ് ചെയ്യാനും വിട്ടുപോകരുത്. ആ കാര്യം നമുക്ക് എന്ത് ചെയ്യാം, ഒന്ന് ചർച്ച ചെയ്യാം. അത് നമുക്ക് നമ്മുടെ ജീവിതത്തിലേക്ക് വരുത്താം. നമുക്കും ഒരു സന്തോഷമുള്ള ജീവിതം ഉണ്ടാവട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് നിർത്തുന്നു. ബൈ.